നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UK ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന മുദ്രകുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആണവായുധങ്ങൾ കൈവശമുള്ള ആദ്യ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് ബ്രിട്ടൻ എന്ന് പരിഹസിച്ച് ബെഞ്ചമിൻ നെതന്യാഹു. ബ്രിട്ടനെ പരിഹസിച്ചത് ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ എത്തുന്നത് തടയാനുള്ള തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കവേ. ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമായി ഇറാനെ മാറ്റാതെ തടയുകയാണ് ലക്ഷ്യമെന്നും നെതന്യാഹു. പൈപ്പ് ചോർച്ചയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബ്രിട്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ യാത്രാ തടസ്സം. സെൻട്രൽ ടെർമിനൽ മേഖലയിലുണ്ടായ വെള്ളക്കെട്ട് കാരണം ടെർമിനൽ 2-3 ഭാഗങ്ങളിലേക്കുള്ള റോഡ് പ്രവേശനം താൽക്കാലികമായി തടസ്സപ്പെട്ടതായി വിമാനത്താവള അധികൃതർ. യാത്രക്കാർ റെയിൽ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് സേവനങ്ങൾ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം. വിമാനയാത്രയ്ക്ക് എത്തുന്നവർ അധിക സമയം കരുതണമെന്നും അനാവശ്യ റോഡ് യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ്. ഭവന ഉടമകൾക്ക് വലിയ തിരിച്ചടിയായി ബ്രിട്ടനിലെ മോർഗേജ് ചെലവുകൾ വീണ്ടും വർദ്ധിക്കുന്നു. ബാധ്യത കുതിച്ചുയർന്നത് റീമോർഗേജ് ചെയ്യുന്നവർക്ക്. 5 വർഷത്തെ ശരാശരി ഫിക്സഡ് ഡീലുകളുടെ നിരക്ക് ജൂലൈന് 5.66% നിന്ന് ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2025-ൽ 5%, 4.96% ഉണ്ടായിരുന്ന റേറ്റ് വൻകുതിപ്പിലേക്ക് ഉയർന്നു. 2 വർഷത്തെ ഫിക്സഡ് റെസിഡൻഷ്യൽ മോർഗേജ് റേറ്റ് 5.63%. യുഎസുമായുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഒരു സൈനിക നടപടിക്കിടെ തകർന്നു വീണ തങ്ങളുടെ യുദ്ധവിമാനത്തിലെ പൈലറ്റുമാരെ ഖത്തർ പിടികൂടിയിട്ടുണ്ട് എന്നും അവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ. 3 പൈലറ്റുമാരെയാണ് ഖത്തർ പിടികൂടിയതെന്ന് ഇറാന്റെ ആരോപണം. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് മേധാവിക്ക് ഇറാൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബാർഗേസദ് കത്തയച്ചു. ജവദ് സലേരി, അബ്ദുൾ മജീദ് ദഷ്തിയാൻ, ഇമ്രാൻ ബഖ്ഷോറിയൻ എന്നീ പൈലറ്റുമാരെ 6 മാസമായി ഖത്തർ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് എന്ന ആരോപണവുമായി ഇറാൻ. അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്തിട്ട് 5 വർഷം തികയുന്നതിന്റെ ആഘോഷവുമായി താലിബാൻ. രാജ്യത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും അരങ്ങേറുന്നു. ജനം പട്ടിണിയിൽ. സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് മാസത്തിൽ 2 തവണ മാത്രം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അടിസ്ഥാന അവകാശങ്ങൾ പോലും താലിബാൻ പൂർണ്ണമായും നിഷേധിച്ചു. AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനിടെ വന്ദേമാതര ആലോപനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൈക്കമാൻഡിന് വാക്കാൽ വിശദീകരണം നൽകിയ സേവാദൾ നേതൃത്വം. സേവാദൾ അധ്യക്ഷൻ BB ശ്രീനിവാസും മുൻ അധ്യക്ഷൻ ലാൽജി ദേശായും ഹൈക്കമാൻഡിന് വിശദീകരണം നൽകി. ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതി എന്ന നിർദ്ദേശം ഗായക സംഘത്തിന് നൽകാൻ വിട്ടുപോയി എന്നും നേതൃത്വം നൽകിയ വിശദീകരണം. വന്ദേമാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും BJP. ദിബാംഗ് താഴ്വരയിൽ കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വൻ നാശനഷ്ടം. അരുണാചൽ പ്രദേശിലെ അപ്പർ സുബൻസിരിയിൽ ഉരുൾപൊട്ടലിൽ 3 പേർ മരിച്ചു. ഒരാൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. അപകടമുണ്ടായത് നാച്ചോ ഗ്രാമത്തിലെ റോഡ് നിർമ്മാണ സ്ഥലത്ത്. ദിബാംഗ് വാലിയിൽ ഇന്നലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5 സൈനികരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. സംഭവത്തിൽ 4 പേർ ഇതുവരെ മരിച്ചു. BJP-യിൽ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടന്നു എന്ന വെളിപ്പെടുത്തലുമായി PC ജോർജ്. പൂഞ്ഞാറിൽ 4.5 കോടി രൂപ BJP നേതൃത്വം നൽകിയിരുന്നുവെന്നും BJP നേതൃത്വം അനുവദിച്ച പണം നേതാക്കൾ തട്ടിയെടുത്തുവെന്നും PC ജോർജിന്റെ ആരോപണം. കഴിഞ്ഞ മാസം എരുമേലിയിൽ നടന്ന പ്രസംഗത്തിലാണ് PC ജോർജ് തട്ടിപ്പിനെ കുറിച്ച് പരാമർശം നടത്തിയത്. ഒരു ബൂത്തിൽ 31,000 രൂപ കൊടുക്കണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നും BJP-യുടെ പണം ഉപയോഗിച്ച് കാർ മേടിച്ചാൽ കാറടിച്ചു പോകുമെന്നും PC ജോർജ്. പൂക്കളും പൂവിളികളുമായി മാവേലി ഓർമ്മകളിലേക്ക് കേരളക്കര. ഓണവരവറിയിച്ച് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തൃപ്പൂണിത്തറയിൽ തുടക്കമായി. അത്തം നഗറായ തൃപ്പൂണിത്തറ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനിയിൽ രാവിലെ 9-ന് മുഖ്യമന്ത്രി VD സതീശൻ അത്താഘോഷം ഉദ്ഘാടനം ചെയ്തു. ഘോഷയാത്രയിൽ നടൻ ജഗദീഷും മന്ത്രി അനൂപ് ജേക്കബും ചേർന്ന് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. UK ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന മുദ്രകുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആണവായുധങ്ങൾ കൈവശമുള്ള ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ബ്രിട്ടനാണ് എന്ന പരിഹാസവും നെതന്യാഹു ഉന്നയിച്ചു. ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ എത്തുന്നത് തടയാനുള്ള തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതികരണം. ആണവായുധങ്ങൾ കൈവശമുള്ള ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ബ്രിട്ടനാണെന്ന തമാശ പറയാറുണ്ട്. അതുപോലെ മറ്റു രാജ്യമായി ഇറാനെ മാറ്റാതെ തടയുകയാണ് ലക്ഷ്യം കാര്യമാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം മുതൽ UK ഇസ്രായേൽ ബന്ധം വഷളാകാൻ തുടങ്ങിയിരുന്നു. ഗാസയിലെ യുദ്ധവും ബ്രിട്ടൻ പലസ്തീനെ തുടങ്ങിയ രാജ്യമായി അംഗീകരിച്ചതും പ്രധാന വിഷയങ്ങളാണ്. കെയർ സ്റ്റാമർ ഹമാസിനെ സുഖിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും നെതന്യാഹുവിനെ നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം കൂടുതൽ ഗാസ പ്രേമം വിളമ്പുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേണം വ്യക്തമാക്കി. ബ്രിട്ടനിലെ മുസ്ലിം വോട്ടർമാർ ലേബറിനെ കൈവിട്ട് മുസ്ലിം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന പ്രതിഭാസം കണ്ടതോടെയാണ് ബേൺഹാം വിഷയത്തിൽ കൂടുതൽ അനുകൂല നിലപാട് കൈക്കൊള്ളുന്നത്. പൈപ്പ് ചോർച്ചയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബ്രിട്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിലെ യാത്രാ തടസ്സം. സെൻട്രൽ ടെർമിനൽ മേഖലയിലുണ്ടായ വെള്ളക്കെട്ട് കാരണം ടെർമിനൽ 2-3 ഭാഗങ്ങളിലേക്കുള്ള റോഡ് പ്രവേശനം താൽക്കാലികമായി തടസ്സപ്പെട്ടതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. യാത്രക്കാർ റെയിൽ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് സേവനങ്ങൾ ഉപയോഗിക്കാമെന്നും നിർദ്ദേശം.
ടെർമിനൽ കാർ പാർക്കുകളിലേക്കുള്ള പ്രവേശനം ബാധിക്കപ്പെട്ടതോടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന പലർക്കും ബുദ്ധിമുട്ട് നേരിടുകയാണ്. ചോർച്ച നിയന്ത്രണ വിധേയമാക്കിയതായും അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതായുമാണ് ഹീത്രൂ വക്താവ് അറിയിച്ചത്. സ്കൂൾ അവധിക്കാലമായതിനാൽ വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ സമയങ്ങളിലൊന്നാണ് ഈ തടസ്സം ഉണ്ടായിരിക്കുന്നത്. വിമാനയാത്രയ്ക്കെത്തുന്നവർ അധിക സമയം കരുതണമെന്നും അനാവശ്യ റോഡ് യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാത്ര മുടങ്ങാനോ വിമാനം നഷ്ടമാകാനോ സാധ്യതയുള്ളവർ ഉടൻ തന്നെ എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും പാർക്കിംഗ് ബുക്കിംഗ് നടത്തിയവർ റീഫണ്ട് അല്ലെങ്കിൽ ബുക്കിംഗ് മാറ്റം സംബന്ധിച്ച സേവനദാതാക്കളെ സമീപിക്കണമെന്നും സംഘടന നിർദ്ദേശിച്ചു. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം തുടരുന്നതോടെ ബ്രിട്ടനിൽ മോർഗേജ് ചെലവുകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. ഭവന ഉടമകളെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയായി മാറുന്നു. പ്രത്യേകിച്ച് റീമോർഗേജ് ചെയ്യുന്നവർക്കാണ് ബാധ്യത കുതിച്ചുയരുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മോർഗേജ് നിരക്കുകൾ പതിയെ വർദ്ധിക്കുന്നുണ്ട്. 5 വർഷത്തെ ശരാശരി ഫിക്സഡ് ഡീലുകളുടെ നിരക്ക് ജൂലൈയിൽ 5.66% ഉയർന്നതായാണ് കണക്കുകൾ വ്യക്തമാകുന്നത്. കൂടാതെ 2 വർഷത്തെ ഫിക്സഡ് റെസിഡൻഷ്യൽ മോർഗേജ് റേറ്റ് ഇപ്പോൾ 5.6%-ലുമാണ്. കഴിഞ്ഞ വർഷം യഥാക്രമം 5%-ഉം 4.96%-ഉം ഉണ്ടായിരുന്ന ഇടത്താണ് ഈ കുതിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ ഇടക്കാല വെടിനിർത്തൽ പ്രഖ്യാപിച്ച ജൂണിൽ നിരക്ക് താഴ്ന്നുവെങ്കിലും ഹോർമൂസ് കടലിനെ കേന്ദ്രീകരിച്ച് സംഘർഷം തുടർന്നത് തിരിച്ചടിയായി. സമാധാന ചർച്ചകൾ വഴിമുട്ടിയതോടെ പണപ്പെരുപ്പവും പലിശ നിരക്കും വീണ്ടും വർദ്ധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ഈ വർഷം ഏകദേശം 7.5 ലക്ഷം ഭവനങ്ങളുടെ ഫിക്സഡ് റേറ്റ് ഡീലുകളുടെ കാലാവധി പൂർത്തിയാകും. 3%-ന് താഴെ നിൽക്കുമ്പോൾ ഡീൽ നേടിയതിനാൽ റീമോർഗേജ് ചെയ്യാൻ കൂടിയ നിരക്ക് നൽകേണ്ടതായി വരും. അടുത്ത ഏതാനും മാസങ്ങൾ നിരക്ക് ഉയർന്നു തന്നെ തുടരുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സംഘർഷത്തിന് അയവ് വന്നെങ്കിൽ മാത്രമേ ഇതിൽ മാറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ജൂലൈയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് നിലനിർത്തിയെങ്കിലും 3 അംഗങ്ങൾ നിരക്ക് ഉയർത്തുന്നതിനെ പിന്തുണച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ വീട് വാങ്ങുന്നവരും റീമോർഗേജ് ചെയ്യുന്നവരും കൂടുതൽ കാത്തിരിക്കാതെ ഡീൽ ഉറപ്പിക്കുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. അതിതീവ്ര ചൂടിൽ ബ്രിട്ടൻ വെന്തുരുകുകയാണ്. ഏതാണ്ട് അടുപ്പിച്ചെത്തിയ 5 ഉഷ്ണതരംഗങ്ങളും നിരവധി കാട്ടുതീകളും രാജ്യത്തെ എമർജൻസി സേവന വിഭാഗത്തിനുമേൽ ചുമത്തിയ സമ്മർദ്ദം അത്ര ചെറുതൊന്നുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതിൽ നിന്നും തെല്ലൊരു ആശ്വാസമായി. തിങ്കളാഴ്ച യുകെയുടെ ചില ഭാഗങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് മെറ്റ് ഓഫീസ് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഈ വർഷത്തെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ദിനമായി രേഖപ്പെടുത്തി. സെൻട്രൽ ഇംഗ്ലണ്ടിലും തെക്കൻ ഇംഗ്ലണ്ടിലുമായി 40 ഇടങ്ങളിലാണ് 36 ഡിഗ്രിയോ അതിൽ കൂടുതലോ താപനില രേഖപ്പെടുത്തിയത്. ഈ കാലാവസ്ഥയ്ക്ക് ചെറിയൊരു ശമനം വരുത്തിക്കൊണ്ടാണ് മഴയെത്തുന്നത്. തിങ്കളാഴ്ച ഉച്ച മുതൽ മഴ ലഭിക്കാൻ തുടങ്ങും എന്നാണ് മെറ്റ് ഓഫീസ് വ്യക്തമാക്കിയത്. അടുത്ത കാലത്തായി തുടരേണ്ട വരണ്ട കാലാവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റം വരുന്നു. സ്കോട്ടിഷ് ഹൈലാൻഡ്സും സെൻട്രൽ സ്കോട്ട്ലൻഡും നോർത്തേൺ അയർലൻഡും മഴയെത്തും. കടുത്ത ചൂടിൽ വെന്തുരുകുമ്പോൾ ബ്രിട്ടനിൽ എയർ കണ്ടീഷനിങ് ചെയ്ത വീടുകൾക്കായുള്ള അന്വേഷണം വർദ്ധിച്ചതായി റിപ്പോർട്ട്. തുടരെ എത്തിയ ഉഷ്ണതരംഗം ആളുകളെ വീടുകൾക്കുള്ളിൽ തണുപ്പ് എങ്ങനെയെല്ലാം നിലനിർത്താം എന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മെയ് 1-നും ജൂലൈ 31-നും ഇടയിലെ എയർ കണ്ടീഷനിങ് ചെയ്ത വീടുകൾക്കായുള്ള തിരച്ചിൽ തൊട്ടു മുൻപത്തെ വർഷത്തെ ഇതേ കാലയളവിൽ ഉണ്ടായതിനേക്കാൾ 104% വർധനവുണ്ടായതായി റിപ്പോർട്ട്. തുടരെ എത്തിയ ഉഷ്ണതരംഗം ആളുകളെ വീടുകൾക്കുള്ളിൽ തണുപ്പ് എങ്ങനെയെല്ലാം നിലനിർത്താം എന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ്. മെയ് 1-നും ജൂലൈ 31-നും ഇടയിലായി എയർ കണ്ടീഷനിങ് ചെയ്ത വീടുകൾക്കായുള്ള തിരച്ചിൽ തൊട്ടു മുൻപത്തെ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായതിനേക്കാൾ 104% വർധനവ് ഉണ്ടായതായി പ്രോപ്പർട്ടി പോർട്ടലായ റൈറ്റ്മൂവ് വ്യക്തമാക്കുന്നു. ബ്രിട്ടനിലെ ഈ വർഷത്തെ 5ാമത്തെ ഉഷ്ണതരംഗത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലായി താപനില 38 ഡിഗ്രി വരെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വീടുകൾക്കായി തിരച്ചിൽ നടത്തുമ്പോൾ ചൂടിനെ പ്രതിരോധിക്കാനുള്ള വീടിന്റെ കഴിവും ഉപഭോക്താക്കൾ ഗൗരവമായി പരിഗണിക്കാൻ തുടങ്ങിയതായും റൈറ്റ്മൂവ് സർവേയിൽ വ്യക്തമാക്കുന്നു. എന്തായാലും സർവേയിൽ പങ്കെടുത്തവരിൽ 12% പേർ ഇതിനോടകം തന്നെ വീടുകളിൽ എയർ കണ്ടീഷനിങ് സ്ഥാപിച്ചുവെങ്കിലും 61% പേർ പറഞ്ഞത് അതിനുള്ള തയ്യാറെടുപ്പിൽ എന്നാണ്. റൊമേനിയയിൽ കാണാതായ 18 വയസ്സുള്ള ബ്രിട്ടീഷ് ഹൈക്കർ ജോർജ് സ്മിത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന മൃതദേഹം ബുസഗി പർവ്വത നിരകളിൽ നിന്നും കണ്ടെത്തി. ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ജിയോളജി വിദ്യാർത്ഥിയായ ജോർജ് സ്മിത്തിനെ 2025 നവംബറിലാണ് കാണാതായത്. റൊമാനിയയിൽ കാണാതായ 18 വയസ്സുള്ള ബ്രിട്ടീഷ് ഹൈക്കർ ജോർജ് സ്മിത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന മൃതദേഹം ബുസംഗി പർവ്വത നിരകളിൽ നിന്നും കണ്ടെത്തി. ബ്രിസ്റ്റോൾ സർവകലാശാല ജിയോളജി വിദ്യാർത്ഥിയായ ജോർജ് സ്മിത്തിനെ 2025 നവംബറിലാണ് കാണാതായത്. കഠിനമായ കാലാവസ്ഥയിലും മഞ്ഞുവീഴ്ചയിലും റൊമാനിയൻ പർവ്വത രക്ഷാസേന ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് മാസങ്ങളോളം അക്ഷീണം തിരച്ചിൽ നടത്തിയിരുന്നു. വേർപാടിന്റെ അങ്ങേയറ്റം ദുഃഖത്തിലാണെന്നും കാത്തിരിപ്പിനൊടുവിൽ
ആശ്വാസമായി മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷം അതായത് UK-യിൽ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ നടത്തുമെന്ന് സ്മിത്തിന്റെ കുടുംബം അറിയിച്ചു. കോപ്പിയടി ആരോപണങ്ങളെയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെയും തുടർന്ന് രാജിവെച്ച മുൻ കേംബ്രിഡ്ജ് പ്രൊഫസർ ജോൺ ആൻസയെ സൗത്ത് ലണ്ടനിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ വേർപാടിൽ പ്രമുഖരും സഹപ്രവർത്തകരും ആദരാഞ്ജലി അർപ്പിച്ചു. അപ്രതീക്ഷിതമായ മരണമാണെങ്കിലും സംശയകരമായി ഒന്നുമില്ല എന്നും മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ മരണം പല തലങ്ങളിൽ നിന്നുമുള്ള ഒരു ദുരന്തം ആണെന്നും ആൻഡി ബേണം വിശേഷിപ്പിച്ചു. വംശീയ അധിക്ഷേപവും അസ്വീകാര്യമായ പൊതുവേട്ടയാടലുമാണ് അദ്ദേഹം നേരിട്ടതെന്നും ലണ്ടൻ മേയർ സാദിഖ് ഖാനും നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയനും ആരോപിച്ചു. PhD തീസിസിലെ കോപ്പിയടി ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിലെ പ്രൊഫസർ സ്ഥാനം രാജിവെച്ചത്. എന്നാൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വിൻഡ്രഷ് പ്രചാരകൻ സർ പാട്രിക് വെർണോ ആൻഡ്രയുടെ കുടുംബത്തിനായി ഗോ ഫൗണ്ട് മീ വഴി നടത്തിയ ഫണ്ട് സമാഹരണത്തിൽ 20,000 പൗണ്ടിലധികം തുക സമാഹരിച്ചു. ആൻഡ്രയുടെ മരണത്തിൽ കൺസർവേറ്റീവ് MP ജെയിംസ് കെവർലി തന്റെ രോക്ഷം പ്രകടിപ്പിച്ചു. എക്സിലെ ഒരു പ്രസ്താവനയിൽ അക്കാദമിക് സ്ഥാപനങ്ങളിലെ നിരവധി ആളുകൾക്ക് ഉത്തരം നൽകേണ്ട ഗൗരവകരമേറിയ ചോദ്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കറുത്ത വംശജനെ കാണിക്കാൻ വേണ്ടി അയാൾക്ക് അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ അവർ അവനെ ആക്കി. സ്വന്തം നേട്ടത്തിനായി അവർ അവനെ ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് തള്ളിവിട്ടു എന്നും അവർ വ്യക്തമാക്കി. ആർഡയുടെ സുഹൃത്തും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സൈമൺ ബാരൻ കോഹൻ റേഡിയോ 4ന്റെ ടുഡേ പ്രോഗ്രാമിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നുവെന്ന് പറയുകയും ചെയ്തുവെന്നും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ വോയിസ് നോട്ടുകൾ ഉപയോഗിക്കുകയും ചെയ്തു. എന്തായാലും ബാരൻ കോഹൻ പറഞ്ഞത് ഇക്കാര്യമായിരുന്നു. ഇതിന്റെയെല്ലാം കാതൽ കുട്ടിക്കാലത്ത് ഓട്ടിസം, ഭാഷാ കാലതാമസം, പഠന വ്യത്യാസങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വൈകല്യങ്ങൾ കണ്ടെത്തിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മുഹമ്മദ് അൽ ഫയാദിനെതിരായ ലൈംഗിക അതിക്രമണ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇരകളായ 143 പേരുടെ ഇമെയിൽ വിലാസങ്ങൾ അബദ്ധവശാൽ വെളിപ്പെടുത്തിയ സംഭവത്തിൽ ലണ്ടനിലെ മെട്രോപൊളിറ്റൻ പോലീസ് മാപ്പ് പറഞ്ഞു. അന്വേഷണത്തിന്റെ പുരോഗതി അറിയിച്ചുകൊണ്ട് അയച്ച പ്രതിമാസ ഇമെയിൽ സന്ദേശത്തിലാണ് വിതരണ പട്ടികയിലുണ്ടായിരുന്ന ഇരകളുടെ ഇമെയിൽ വിലാസങ്ങൾ മറ്റു 12 സ്വീകർത്താക്കൾക്ക് ദൃശ്യമാകുന്ന രീതിയിൽ വ്യക്തമായത്. സാങ്കേതിക തകരാറല്ല, മറിച്ച് ഒരു മനുഷ്യ പിഴവ് മൂലമാണ് ഇത് സംഭവിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. പിഴവ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വിവരച്ചോർച്ച തടയാൻ നടപടികൾ സ്വീകരിക്കുകയും ബാധിക്കപ്പെട്ട എല്ലാവരെയും നേരിട്ട് ബന്ധപ്പെട്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. കൂടാതെ വിഷയം ഇൻഫർമേഷൻ കമ്മീഷണറെ അറിയിച്ചു. ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ അവലോകനം ചെയ്തു വരികയാണെന്നും ഇത് മുൻഗണനാ വിഷയമായി അന്വേഷിക്കുമെന്നും മെറ്റ് അറിയിച്ചു. 1977 2014 ഇടയിലുള്ള കാലയളവിൽ ഫൈദിനെതിരെ 400-ലധികം ലൈംഗിക ദുരുപയോഗ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൽ ബലാത്സംഗം, ലൈംഗിക അതിക്രമം, മനുഷ്യക്കടത്ത്, വ്യാജ തടവ്, മയക്കുമരുന്ന് ഉപയോഗം, ശാരീരിക പീഡനം, നിർബന്ധിത ഗർഭചിത്രം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഈജിപ്ഷ്യൻ വ്യവസായി 2023 94 വയസ്സുള്ള യാതൊരു കുറ്റവും നേരിടാതെ മരിച്ചിരുന്നു. കേസിനോടുള്ള മെറ്റിന്റെ സമീപനത്തെ ഫാദിയാദിന്റെ ഇരകൾ വിമർശിച്ചു. ജൂണിൽ 2018 2024 ഇടയിൽ പോലീസിന്റെ ആരോപണങ്ങൾ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് 3 അതിജീവിച്ചവർ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പോലീസിൽ കണ്ടക്ടർ പരാതിപ്പെട്ടിരുന്നു. അതേസമയം തന്നെ അതിജീവിച്ച ജോവാൻ ബ്രിട്ടന്റെ കൈയക്ഷര വിവരണങ്ങൾ മെറ്റ് ഓസ്ട്രേലിയ മറ്റൊരു ഇരയ്ക്ക് അയച്ചു. മെയ് മാസത്തിൽ അന്തരിച്ച വ്യവസായിക്കെതിരെ ആരോപണങ്ങൾ കൈകാര്യം ചെയ്തതിൽ ഒരു മെറ്റ് ഓഫീസർക്കും 4 മുൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ IOPC അന്വേഷണം ആരംഭിച്ചു. കുറഞ്ഞത് 155 ഇരകൾ ഉന്നയിച്ച ആരോപണങ്ങൾ മെറ്റ് ഏജൻസി അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ കുറഞ്ഞത് 21 പേരെങ്കിലും ഫായദിന്റെ മരണത്തിന് മുൻപ് മുന്നോട്ട് വന്നിട്ടുണ്ടാകാം. 21 മാസം മുമ്പ് ആരംഭിച്ച ഓപ്പറേഷൻ കോൺ പോപ്പി ഫായദിന്റെ കുറ്റകൃത്യങ്ങൾക്ക് സഹായകരമാവുന്നു അല്ലെങ്കിൽ സഹായിച്ചേക്കാവുന്ന സാധ്യതകൾക്കുള്ള പ്രതികളെ അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ ജാഗ്രതയോടെ 4 പേരെ മാത്രമേ അവർ ചോദ്യം ചെയ്തിരുന്നുള്ളൂ. ഹാരോഡ്സിന്റെ മുൻ ഉടമയുടെ ഇരകൾ കടത്തിന്റെ കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അതില്ലെങ്കിൽ കോടീശ്വരന്റെ ആരോപിക്കപ്പെട്ട ശൃംഖലയുടെ യഥാർത്ഥ വ്യാപ്തി മറഞ്ഞിരിക്കുകയാണെന്നും വാദിക്കുന്നു. ഫായദിന്റെ കൈകളാൽ പീഡനത്തിന് ഇരയായവർ സ്ഥാപിച്ച നോ വൺ എബോവ് എന്ന കൂട്ടായ്മ മെറ്റുമായി ചേർന്ന് ഒരു സംയുക്ത അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്നും നാഷണൽ ക്രൈം ഏജൻസിയോട് ആവശ്യപ്പെട്ടു. സെൻട്രൽ ലണ്ടനിലെ ആഡംബര ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലും പാരീസിലെ റിസ്റ്റഡ് ഹോട്ടലിലും ഫുൾഹാം FCയിലും ഫയദിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു സ്ഥലങ്ങളിലും നടന്നതായി പറയപ്പെടുന്ന ദുരുപയോഗത്തെക്കുറിച്ച് 421 പേർ മുന്നോട്ട് വന്നതായും ജസ്റ്റ് ഫോർ ഫയദ് ഹാരോഡ് സർവേസ് ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകർ വ്യക്തമാക്കി. UK-യിലെ ലീഡ്സ് റിവൈവൽ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററായി മലയാളി വനിതയായ ഏഞ്ചൽ ജമീമ പോൾ നിയമിതയായി. സഭാ ശുശ്രൂഷ രംഗത്തെ വനിതകളുടെ നേതൃത്വത്തിന് കൂടുതൽ പ്രോത്സാഹനമാകുന്ന ഈ നിയമനം
മലയാളി ക്രൈസ്തവ സമൂഹം സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വചന ശുശ്രൂഷയിലും ആത്മീയ നേതൃത്വത്തിലും സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഏഞ്ചൽ ജമീമി പോൾ ഇനി മുതൽ ലീഡ് റിവൈവൽ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്റർ എന്ന നിലയിൽ സഭയുടെ വിവിധ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഈ നിയമനം യുകെയിലെ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിനും സഭാ നേതൃത്വത്തിലെ സേവനമനുഷ്ഠിക്കുന്ന വനിതകൾക്കും പ്രചോദനമേകുന്നതാണെന്നും സഭാ വിശ്വാസികൾ അഭിപ്രായപ്പെട്ടു. ലീഡ്സ് റിവൈവൽ ചർച്ചിൽ UK മലയാളി ക്രൈസ്തവ സമൂഹത്തിനായി ആത്മീയ ശുശ്രൂഷകൾ എന്നിവയിലൂടെ ശ്രദ്ധേയമായ സേവനമാണ് നടത്തിവരുന്നത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സഭയുടെ നേതൃത്വത്തിൽ റവറൻ പോൾ യാനി ജയരാജ് പ്രവർത്തിച്ചു വരുന്നു. US-യുമായുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഒരു സൈനിക നടപടിക്കിടെ തകർന്നു വീണ തങ്ങളുടെ യുദ്ധവിമാനത്തിലെ പൈലറ്റുമാരെ ഖത്തർ പിടികൂടിയിട്ടുണ്ട് എന്നും അവരെ മോചിപ്പിക്കണമെന്നും ഇറാൻ. 3 പൈലറ്റുമാരെയാണ് ഖത്തർ പിടികൂടിയതെന്നാണ് ഇറാന്റെ ആരോപണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് മേധാവിക്ക് ഇറാൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബാഗർ സദ് കത്തയച്ചു. മാർച്ച് 2 നടന്ന അതേ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട മറ്റൊരു പൈലറ്റ് മജീദ് ഹസേമിയുടെ മൃതദേഹം തിരികെ നൽകിയതായും കത്തിൽ പറയുന്നു. എന്നാൽ ഇറാന്റെ അവകാശവാദങ്ങൾ ഖത്തർ നിഷേധിച്ചു. ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ തങ്ങൾ അത്ഭുതം പ്രകടിപ്പിക്കുന്നുവെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി വ്യക്തമാക്കി. ഇറാനിയൻ പൈലറ്റുമാരെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന അവകാശവാദങ്ങളെ ഞങ്ങൾ ശക്തമായി നിഷേധിക്കുന്നു. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര ശ്രമങ്ങളും മുൻകൈകളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക വേളയിൽ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ ഞങ്ങൾ അത്ഭുതം പ്രകടിപ്പിക്കുന്നുവെന്നാണ് മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി എക്സിൽ കുറിച്ചത്. ഖത്തർ വ്യോമാതിർത്തി ലംഘിച്ചതിനെ തുടർന്ന് വിമാനത്തിലെ പൈലറ്റുമായി ബന്ധപ്പെട്ടിരുന്നു. അവരിൽ നിന്നും പ്രതികരണം ഉണ്ടായിരുന്നില്ല. അന്താരാഷ്ട്ര നിയമമനുസരിച്ച് ഞങ്ങളുടെ പ്രദേശം പ്രതിരോധിക്കുന്നതിനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. ഔദ്യോഗിക ചാനലുകൾ വഴി അപ്പോൾ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണെന്നും ഖത്തർ പറഞ്ഞു. നാറ്റോയും യൂറോപ്യൻ യൂണിയനെയും ഉള്ളിൽ നിന്ന് തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നീക്കങ്ങൾ നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സൈന്യത്തോടും രഹസ്യാന്വേഷണ ഏജൻസികളോടും നിർദ്ദേശിച്ചതായി റിപ്പോർട്ട്. 2025 ഡിസംബറിൽ നടന്ന ഒരു രഹസ്യ യോഗത്തിലെ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ന്യൂയോർക്ക് ടൈംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലക്ഷ്യം നേടാനായി റഷ്യ ഒരു ഇരട്ട തന്ത്രമാണ് രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നാറ്റോ കൂട്ടായ്മയുടെ പ്രതിരോധ പ്രതിബദ്ധതകൾ പരീക്ഷിക്കുന്നതിനോടൊപ്പം മോൾഡോവയെ രാഷ്ട്രീയമായും ഭൗതികമായും അസ്ഥിരപ്പെടുത്തുക എന്നതാണ് പദ്ധതി. നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സൈബർ ആക്രമണങ്ങളും അടിസ്ഥാന സൗകര്യ അട്ടിമറികളും മുതൽ സായുധ സംഘങ്ങളെ ഉപയോഗിച്ച് നാറ്റോയുടെ കിഴക്കൻ അതിർത്തിയിലൂടെ നുഴഞ്ഞുകയറ്റങ്ങൾ വരെ ഉണ്ടായേക്കാമെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നു. നാറ്റോയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തുനിയാതെ യൂറോപ്പിനെ കൂടുതൽ അസ്ഥിരപ്പെടുത്താൻ മോൾഡോവയെ ആയുധമാക്കാനാണ് റഷ്യയുടെ നീക്കം. ഉക്രൈൻ പിടിച്ചെടുക്കുന്നതാണ് പുതിന്റെ പ്രധാന ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യമാണ് മോൾഡോവയുടെ മേലുള്ള നിയന്ത്രണം. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നും മോൾഡോവയിലേക്ക് നേരിട്ടുള്ള കരപാത നിർമ്മിക്കുന്നതിനുള്ള തെക്കൻ ഉക്രൈൻ പിടിച്ചെടുക്കുന്നത് പുതിന്റെ ദീർഘകാല പദ്ധതികൾ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉക്രൈനും നാറ്റോ അംഗരാജ്യമായ റൊമേനിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന 24 ലക്ഷം ജനസംഖ്യയുള്ള ചെറിയ രാജ്യമാണ് മോൾഡോവ. മോൾഡോവയ്ക്കുള്ളിലെ വിഘടനവാദി പ്രദേശമായ ട്രാൻസ്നിസ്ട്രിയയിൽ ദശാബ്ദങ്ങളായി റഷ്യൻ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ സാന്നിധ്യം തലസ്ഥാനമായ ചിസിനാവിലേക്ക് വളരെ എളുപ്പത്തിൽ ആക്രമണം നടത്താൻ റഷ്യയെ സഹായിക്കുന്നുണ്ട്. ഇതിനെ എളുപ്പമാക്കാനായാണ് ഉക്രൈൻ തെക്കൻ ഭാഗങ്ങൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതി റഷ്യ തയ്യാറാക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാൻ ഭരണം താലിബാൻ പിടിച്ചെടുത്തിട്ട് 5 വർഷം തികയുന്നു. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻവാങ്ങിയതിനു പിന്നാലെ 2021 ഓഗസ്റ്റ് 15-നാണ് താലിബാൻ കാബൂൾ കീഴടക്കുന്നത്. ഇതിന്റെ ഓർമ്മയ്ക്കായി അഫ്ഗാനിസ്ഥാനിലെങ്ങും താലിബാൻ വിജയദിനാഘോഷമാക്കുകയാണ്. എന്നാൽ അതേസമയം രാജ്യത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളുമാണ് അരങ്ങേറുന്നത്. 2001-ലാണ് അഫ്ഗാനിൽ അമേരിക്ക അധിനിവേശം നടത്തുന്നത്. തുടർന്ന് 2 പതിറ്റാണ്ടോളം അഫ്ഗാനിൽ അമേരിക്കയുടെ മേൽനോട്ടത്തിലായിരുന്നു കാര്യങ്ങൾ. ഇതിനിടയിൽ ഒരു ഭാഗത്തു നിന്നും സംഘടിച്ചെത്തിയ താലിബാൻ 2021-ൽ കാബൂൾ പിടിച്ചടക്കുകയായിരുന്നു. 2 പതിറ്റാണ്ടു നീണ്ട കലാപത്തിനൊടുവിലാണ് താലിബാൻ അധികാരത്തിലെത്തുന്നത്. തെരുവിൽ റാലി നടത്തിയതും വാഹനങ്ങൾ അലങ്കരിച്ചതും ആഘോഷം നടത്തുന്ന താലിബാൻ അനുകൂലികളുടെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുന്നുണ്ട്. ശനിയാഴ്ച താലിബാൻ ഭരണാധികാരികൾ അഫ്ഗാനിസ്ഥാനിലെ പരമ്പരാഗത ലോയ ജിർഗ അസംബ്ലി ഹാളിൽ ഒത്തുകൂടി. സ്ഥിരത പുനഃസ്ഥാപിക്കുകയും പതിറ്റാണ്ടുകൾ നീണ്ട സംഘർഷം അവസാനിപ്പിക്കുകയും ചെയ്ത ദിനമായാണ് അവർ ഈ ദിവസത്തെ വിശേഷിപ്പിച്ചത്. മുൻ അമേരിക്കൻ എംബസിക്ക് മുന്നിലൂടെ താലിബാൻ സൈനിക വാഹനങ്ങളിലും പതാകകളേന്തിയും പ്രകടനം നടത്തി.
ബാനറുകളും പതാകകളും പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രകടനം തങ്ങളുടെ വിജയദിനമായ താലിബാൻ ഉയർത്തിക്കാട്ടി. താലിബാന്റെ ആഘോഷങ്ങൾക്കിടയിലും അഫ്ഗാനിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മനുഷ്യത്വരഹിതവുമായ പ്രവർത്തനങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കടുത്ത ഉപരോധങ്ങളും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശ ലംഘനങ്ങളും അഫ്ഗാനിൽ നിന്നും ഉയരുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അടിസ്ഥാന അവകാശങ്ങൾ പോലും താലിബാൻ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുകയാണ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 129.41 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.17 യൂറോ, ഒരു US ഡോളർ 95.45 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 109.50 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.21 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനിടയിലെ വന്ദേമാതര ആലാപനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൈക്കമാൻഡിന് വാക്കാൽ വിശദീകരണം നൽകി സേവാദൾ നേതൃത്വം. സേവാദൾ അധ്യക്ഷൻ BB ശ്രീനിവാസും മുൻ അധ്യക്ഷൻ ലാൽജി ദേശായിയും കാര്യങ്ങൾ വിശദീകരിച്ചു. ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതി എന്ന നിർദ്ദേശം ഗായക സംഘത്തിന് നൽകാൻ വിട്ടുപോയി എന്നാണ് നേതൃത്വം നൽകിയ വിശദീകരണം. വന്ദേ ഭാരതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ BJPയിൽ ആലോചന ശക്തം. വിശ്വ ഹിന്ദു പരിഷത്ത് അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തി. സോണിയാഗാന്ധിയുടെ നടപടി രാജ്യത്തിന് നാണക്കേടായെന്നും വന്ദേമാതരം പാടി തീരാനെടുക്കുന്ന സമയം വരെ സോണിയാഗാന്ധിക്ക് കാത്തിരിക്കാമായിരുന്നുവെന്നും VHP വക്താവ് സുരേന്ദ്രൻ ജെയിൻ ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യദിനത്തിൽ AICC ആസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായാണ് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത്. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ AICC ആസ്ഥാനത്ത് പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് വെട്ടിലായിട്ടുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഇടപെട്ട് തടയാൻ നോക്കിയെങ്കിലും ദേശീയ ഗീതം ഗായക സംഘം പൂർണ്ണമായും ആലപിച്ചു. ആദ്യ 2 ചരണങ്ങൾ കഴിഞ്ഞും ആലാപനം തുടർന്നതോടെ നേതാക്കൾ അസ്വസ്ഥരായി. ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല എന്ന സൂചനയോടെ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയും നോക്കി. ഈ സമയം മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും ഇടപെട്ടു. സേവാദൾ നേതാവിനെ വിളിച്ച് സോണിയ ശകാരിക്കുന്നതും കാണാമായിരുന്നു. മുൻപിലുണ്ടായിരുന്ന നേതാക്കളോട് ആലാപനം നിർത്താൻ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഏതാണ്ട് അവസാന ചരണമെത്തിയിരുന്നു. കടുത്ത അതൃപ്തിയിലാണ് നേതാക്കൾ പിന്നീട് ചടങ്ങിൽ പങ്കെടുത്തത്. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കാനിടയായ സാഹചര്യം എന്ത് എന്ന് നേതൃത്വം വിശദീകരിച്ചിട്ടില്ല. 3 മിനിറ്റ് ദൈർഘ്യമുള്ള സൂം കോളിലൂടെ 900 ജീവനക്കാരെ പിരിച്ചുവിട്ട് കുപ്രസിദ്ധനായ ഇന്ത്യൻ വംശജനായ CEOയ്ക്കും തൊഴിൽ നഷ്ടം. വിശാൽ ഗാർഗിനെ സ്വന്തം കമ്പനിയായ ബെറ്റർ ഹോം ആൻഡ് ഫിനാൻസ് ആണ് ഓഗസ്റ്റ് 3-ന് വിശാൽ ഗാർഗിനെയും പിരിച്ചുവിട്ടത്. ഹെഡ് ഫണ്ട് മാനേജറായ ഡാനിയൽ ലൂയിസ് കമ്പനി ഏറ്റെടുത്ത ദിവസങ്ങൾക്കുള്ളിലാണ് തീരുമാനമെത്തിയത്. ലൂയിസിന് ബോർഡിൽ സ്ഥാനം നൽകാൻ തക്ക രീതിയിൽ വിശ്വസിച്ചിരുന്നതായാണ് വിശാൽ ഗാർഗ് വിശദമാക്കുന്നത്. 2021 ക്രിസ്മസിന് മുന്നോടിയായിരുന്നു വിശാലിന്റെ കൂട്ടപ്പിരിച്ചുവിടൽ. നിലവിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്നും ഭരണസമിതി വിശാലിനെ പുറത്താക്കിയത്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പുതുതായി എത്തിയ ഡാനിയൽ ലൂയിസിനെ താൽക്കാലിക CEO ആയി നിയമിച്ചു. വിശാൽ ഗാർഗിനെ തീരുമാനങ്ങളിലെ വീഴ്ചകൾ, പെരുമാറ്റ ദൂഷ്യം, വിശ്വസനീയമല്ലായ്മ എന്നിവയാണ് പുറത്താക്കലിന് കാരണമായി ബോർഡ് വ്യക്തമാക്കിയത്. കൂടാതെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കീഴിൽ 2022 മുതൽ കമ്പനിക്ക് $1.5 ബില്യൺ നഷ്ടം സംഭവിച്ചതായും ഓഹരി മൂല്യത്തിൽ 90% ഇടിവുണ്ടായതായും ബോർഡ് ചൂണ്ടിക്കാട്ടി. ഗൃഹവായ്പാ പ്രക്രിയകളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശാൽ ഗാർഗ് 2014 ബെറ്റർ സ്ഥാപിച്ചത്. 2021 ഡിസംബറിലെ കൂട്ടപ്പിരിച്ചുവിടലിനെ തുടർന്ന് താൽക്കാലികമായി മാറുന്ന അദ്ദേഹം പിന്നീട് കമ്പനിയിലേക്ക് തിരിച്ചെത്തി എങ്കിലും ആ സംഭവം ബെറ്ററിന്റെ പ്രതിച്ഛായയെ സാരമായി ബാധിച്ചിരുന്നു. എന്നാൽ കമ്പനി ലാഭത്തിലേക്ക് തിരിച്ചെത്തുന്ന നിർണായക ഘട്ടത്തിലാണ് തന്നോട് ഈ ചതി ചെയ്തതെന്നും വിശാൽ ഗാർഗ് ആരോപിക്കുന്നു. പുറത്താക്കലിനെ നിയമപരമായി നേരിടാൻ ഒരു പ്രമുഖ നിയമ സംവിധാനത്തെ ചുമതലപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. അരുണാചൽ പ്രദേശിലെ അപ്പർ സുബൻസിരിയിൽ ഉരുൾപൊട്ടലിൽ 3 പേർ മരിച്ചു. ഒരാൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് സൂചന. നാച്ചോ ഗ്രാമത്തിലെ റോഡ് നിർമ്മാണ സ്ഥലത്താണ് അപകടമുണ്ടായത്. ദിബാങ് വാലിയിൽ ഇന്നലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5 സൈനികരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. സംഭവത്തിൽ 4 പേർ ഇതുവരെ മരിച്ചു. ദിബാങ് താഴ്വരയിൽ കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. മിന്നൽ പ്രളയത്തിൽ 4 പ്രദേശവാസികൾ മരിച്ചു.
കാണാതായ 5 സൈനികരെ കുറിച്ച് ഇതുവരെ വിവരമൊന്നും ലഭ്യമായിട്ടില്ല. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയാണ് ദുരന്തമുണ്ടായത്. ദിബാങ് താഴ്വരയിൽ ആർമി ക്യാമ്പിലെ 2 താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങൾ പ്രളയജലത്തിൽ ഒഴുകിപ്പോയി. പ്രളയത്തിൽ 7 സൈനികർ ഒഴുക്കിൽപ്പെട്ടെങ്കിലും 2 പേരെ ഉടൻ തന്നെ രക്ഷപ്പെടുത്താനായി. കാണാതായ ബാക്കി 5 സൈനികർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി. IDBP, SDRF, പോലീസ് സംഘങ്ങൾ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അപ്പർ സുബൻസിരി ജില്ലയിലേക്ക് ഓജറിംഗ് ബയാജിംഗ് റോഡ് നിർമ്മാണ മേഖലയിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിലാണ് 4 പേർ മരിച്ചത്. താഡു ബഗ്ഗെ, താജി റായ്, മാർക്കോഷ്, ബസുമദാരി, ബാബുൽ അലി എന്നിവരാണ് മരിച്ചത്. മണ്ണിടിച്ചിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി നാച്ചോ പോലീസ് സ്റ്റേഷനിൽ നിന്നുമുള്ള സംഘവും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. BJPയിലെ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടന്നു എന്ന വെളിപ്പെടുത്തലുമായി PC ജോർജ്. പൂഞ്ഞാറിൽ 4.5 കോടി രൂപ BJP നേതൃത്വം നൽകിയിരുന്നുവെന്നും BJP നേതൃത്വം അനുവദിച്ച പണം നേതാക്കൾ തട്ടിയെടുത്തു എന്നുമാണ് PC ജോർജിന്റെ ആരോപണം. കഴിഞ്ഞ മാസം എരുമേലിയിൽ നടന്ന പ്രസംഗത്തിലാണ് PC ജോർജ് തട്ടിപ്പിനെ കുറിച്ച് പരാമർശം നടത്തിയത്. പൂഞ്ഞാറിലേക്ക് 4.5 കോടി രൂപ BJP നേതൃത്വം നൽകിയിരുന്നുവെന്നും ആരൊക്കെയാണ് വീതം പറ്റിയതെന്നും തനിക്കറിയില്ലെന്നും PC ജോർജ് വെളിപ്പെടുത്തി. BJP നേതാവ് സജിയാണ് പണം കൈകാര്യം ചെയ്തത്. 4.45 കോടി രൂപ ചെലവായി എന്ന് കാണിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം തനിക്ക് കണക്ക് തന്നു. തന്ന കണക്ക് കാണിച്ചാൽ BJP പ്രവർത്തകർക്ക് നാണക്കേട് ഉണ്ടാകുമെന്ന് PC ജോർജും പരിഹസിച്ചു. ഒരു ബൂത്തിൽ 31,000 രൂപ കൊടുക്കണം എന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. പണം എവിടെ പോയെന്ന് തനിക്കറിയില്ല. BJP പണം ഉപയോഗിച്ച് എല്ലാവരും കാർ പുതിയത് വാങ്ങിക്കൂട്ടുകയാണ്. BJPയുടെ പണം ഉപയോഗിച്ച് കാർ മേടിച്ചാൽ കാർ ഇടിച്ചു പോകുമെന്ന് PC ജോർജ് പ്രസംഗത്തിൽ പറഞ്ഞു. പൂക്കളും പൂവിളികളുമായി മാവേലി ഓർമ്മകളിലേക്ക് കേരളക്കര. ഓണവരവറിയിച്ച് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തൃപ്പൂണിത്തറയിൽ തുടക്കമായി. അത്തം നഗറായ തൃപ്പൂണിത്തറ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനിയിൽ രാവിലെ 9-ന് മുഖ്യമന്ത്രി VD സതീശൻ അത്തഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഘോഷയാത്രയ്ക്ക് നടൻ ജഗദീഷും മന്ത്രി അനൂപ് ജേക്കബും ചേർന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മേളവും താളവുമായി കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ പലയിടങ്ങളിൽ നിന്നുമെത്തിയ കലാകാരന്മാർ അത്തച്ചമയാത്രയിൽ പ്രദർശിപ്പിച്ചു. ചെറുമഴ പെയ്തൊഴിഞ്ഞ നിരത്തുകളിൽ ആഹ്ലാദ തിമിർപ്പിലാണ് ജനം. വാദ്യഘോഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളുമൊക്കെ അണിനിരക്കുന്ന വർണ്ണാഭമായ അത്തം ഘോഷയാത്ര കാണാൻ 10,000-ങ്ങളാണ് തൃപ്പൂണിത്തറയിലെത്തിയിരുന്നത്. കൊച്ചി രാജഭരണകാലത്തെ അത്തച്ചമയത്തിന്റെ സ്മരണകൾ ഉയർത്തുന്ന അത്തം ഘോഷയാത്രയെ ആവേശത്തോടെയാണ് ജനം വരവേറ്റത്. അത്തം നഗറിൽ നിന്നും തുടങ്ങിയ ഘോഷയാത്ര ബസ് സ്റ്റാൻഡ് റോഡിലൂടെ സ്റ്റാച്യു, കിഴക്കേക്കോട്ട, SN ജംഗ്ഷൻ തുടങ്ങിയ വടക്കോട്ട് പൂർണ്ണത്രയീശ്വര ക്ഷേത്രം റോഡ് വഴി നഗരം ചുറ്റി അത്തം നഗറിൽ തന്നെ സമാപിച്ചു. സിയോൺ ഓഡിറ്റോറിയത്തിൽ രാവിലെ അത്തപ്പൂക്കള മത്സരം നടന്നു. വൈകിട്ട് 3 മുതൽ പൂക്കളങ്ങളുടെ പ്രദർശനമുണ്ടായിരുന്നു. വൈകിട്ട് ലായം കൂത്തമ്പലത്തിൽ കലാസന്ധ്യയ്ക്ക് തിരശ്ശീല ഉയർന്നു. വിവിധ ദിവസങ്ങളിലായി പ്രശസ്തരുടെ ഉൾപ്പെടെ കലാപരിപാടികൾ ഉണ്ടാകും. 25-ന് ആഘോഷ പരിപാടികൾ സമാപിക്കും. താമരശ്ശേരി അമ്പായത്തോട്ടെ ഫ്രഷ് കട്ട് കോഴി മാലിന്യീകരണ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സ്ഥാപന ഉടമകൾ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തി. ജില്ലയിലെ 3 MLA-മാരടക്കം പങ്കെടുത്ത ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിനുള്ള വഴികൾ തേടിയെങ്കിലും നാട്ടുകാർക്കെതിരെ നൽകിയ കേസുകൾ ഉടമകൾ പിൻവലിക്കണമെന്ന സമരസമിതിയുടെ പ്രധാന ആവശ്യത്തിൽ ധാരണയിലെത്താനായില്ല. കേസ് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് വ്യക്തമായി തീരുമാനമാകാത്തതിനാലാണ് വിഷയം സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ്. ചർച്ചകൾ തുടരുമെന്നും പ്രശ്നം രമ്യമായി പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് പ്രതികരണം. ഫ്രഷ് കട്ട് ശാശ്വത പരിഹാര പ്രപ്പോസൽ കമ്പനി കൊണ്ടുവന്നാൽ സർക്കാർ പരിഗണിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇത് ജനകീയ പ്രശ്നം ആയതിനാൽ ആക്ഷൻ എടുത്തതെന്നും യോജിച്ച് പ്രശ്നപരിഹാരം കാണുമെന്നും വ്യവസായ മന്ത്രി വ്യക്തമാക്കി. അതേസമയം ഫ്രഷ് കട്ട് കോഴി മാലിന്യീകരണ സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നതിന് നിലവിൽ തടസ്സങ്ങളില്ല. ഫ്രഷ് കട്ട് അടച്ചുപൂട്ടാനുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിനുള്ള സ്റ്റേ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നീട്ടിയിരുന്നു. ഈ മാസം 20 വരെയാണ് അടച്ചുപൂട്ടൽ ഉത്തരവിനുള്ള സ്റ്റേ കോടതി നീട്ടിയത്. ജില്ലാ കളക്ടറും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും നടത്തിയ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് സർക്കാർ ഹാജരാക്കിയിരുന്നു. സ്ഥാപനം പ്രവർത്തിക്കാത്തതിനാൽ പരിശോധനയിൽ കാര്യമായ മലിനീകരണ പ്രശ്നങ്ങൾ കണ്ടെത്താനായിട്ടില്ല എന്നാണ് കോടതി അറിയിച്ചത്. സ്ഥാപനം പ്രവർത്തിച്ച ശേഷം വീണ്ടും പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശമുണ്ട്. ശീതീകരിച്ച സംവിധാനമുള്ള വാഹനങ്ങളിൽ മാത്രമേ അറവ് മാലിന്യം കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നതടക്കമുള്ള ഉത്തരവ് കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇനി സ്പോർട്സ്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് ബംഗ്ലാദേശിന് ചരിത്ര ജയം.
ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശ് ആദ്യ ജയം കുറിച്ചു. 9 വിക്കറ്റിനാണ് ബംഗ്ലാദേശ് ഓസ്ട്രേലിയയെ കീഴടക്കിയത്. മെഹ്ദി ഹസൻ മിറാസിന്റെ 5 വിക്കറ്റ് നേട്ടവും ഹസൻ മഖ്സൂറിന്റെ 3 വിക്കറ്റ് നേട്ടവുമാണ് രണ്ടാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന് കരുത്തായത്. ടസ്കിൻ അഹമ്മദും താജുൽ ഇസ്ലാമും ഓരോ വിക്കറ്റ് വീഴ്ത്തി. രണ്ടാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ കാമറൂൺ ഗ്രീനാണ് ഓസീസിനെ നാണക്കേടിൽ നിന്നും രക്ഷിച്ചത്. സ്റ്റീവൻ സ്മിത്ത് 44 റൺസുമായി പൊരുതി നേടിയെങ്കിലും ബംഗ്ലാദേശ് ബൗളർമാർക്ക് മുന്നിൽ പതറി. മാർനസ് ലബുഷറിനും അലക്സ് കാരിയും എന്നിവരും പൊരുതാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന മുദ്രകുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആണവായുധങ്ങൾ കൈവശമുള്ള ആദ്യ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് ബ്രിട്ടൻ എന്ന് പരിഹസിച്ച് ബെഞ്ചമിൻ നെതന്യാഹു. ബ്രിട്ടനെ പരിഹസിച്ചത് ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ എത്തുന്നത് തടയാനുള്ള തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കവേ. ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യമായി ഇറാനെ മാറ്റാതെ തടയുകയാണ് ലക്ഷ്യമെന്നും നെതന്യാഹു. പൈപ്പ് ചോർച്ചയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബ്രിട്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ യാത്രാ തടസ്സം. സെൻട്രൽ ടെർമിനൽ മേഖലയിലുണ്ടായ വെള്ളക്കെട്ട് കാരണം ടെർമിനൽ 2-3 ഭാഗങ്ങളിലേക്കുള്ള റോഡ് പ്രവേശനം താൽക്കാലികമായി തടസ്സപ്പെട്ടതായി വിമാനത്താവള അധികൃതർ. യാത്രക്കാർ റെയിൽ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് സേവനങ്ങൾ ഉപയോഗിക്കണമെന്ന നിർദ്ദേശം. വിമാനയാത്രയ്ക്ക് എത്തുന്നവർ അധിക സമയം കരുതണമെന്നും അനാവശ്യ റോഡ് യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ്. ഭവന ഉടമകൾക്ക് വലിയ തിരിച്ചടിയായി ബ്രിട്ടനിലെ മോർഗേജ് ചെലവുകൾ വീണ്ടും വർദ്ധിക്കുന്നു. ബാധ്യത കുതിച്ചുയർന്നത് റീമോർഗേജ് ചെയ്യുന്നവർക്ക്. 5 വർഷത്തെ ശരാശരി ഫിക്സഡ് ഡീലുകളുടെ നിരക്ക് ജൂലൈന് 5.66% നിന്ന് ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2025-ൽ 5%, 4.96% ഉണ്ടായിരുന്ന റേറ്റ് വൻകുതിപ്പിലേക്ക് ഉയർന്നു. 2 വർഷത്തെ ഫിക്സഡ് റെസിഡൻഷ്യൽ മോർഗേജ് റേറ്റ് 5.63%. യുഎസുമായുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഒരു സൈനിക നടപടിക്കിടെ തകർന്നു വീണ തങ്ങളുടെ യുദ്ധവിമാനത്തിലെ പൈലറ്റുമാരെ ഖത്തർ പിടികൂടിയിട്ടുണ്ട് എന്നും അവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ. 3 പൈലറ്റുമാരെയാണ് ഖത്തർ പിടികൂടിയതെന്ന് ഇറാന്റെ ആരോപണം. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് മേധാവിക്ക് ഇറാൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബാർഗേസ് കത്തയച്ചു. ജവദ് സലേരി, അബ്ദുൾ മജീദ് ദഷ്തിയാൻ, ഇമ്രാൻ ബക്ഷോറിയൻ എന്നീ പൈലറ്റുമാരെ 6 മാസമായി ഖത്തർ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് എന്ന ആരോപണവുമായി ഇറാൻ. അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്തിട്ട് 5 വർഷം തികയുന്നതിന്റെ ആഘോഷവുമായി താലിബാൻ. രാജ്യത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളും അരങ്ങേറുന്നു. ജനം പട്ടിണിയിൽ. സ്ത്രീകൾ പുറത്തിറങ്ങുന്നത് മാസത്തിൽ 2 തവണ മാത്രം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും അടിസ്ഥാന അവകാശങ്ങൾ പോലും താലിബാൻ പൂർണ്ണമായും നിഷേധിച്ചു. AICC ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനിടെ വന്ദേമാതര ആലോപനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഹൈക്കമാൻഡിന് വാക്കാൽ വിശദീകരണം നൽകിയ സേവാദൾ നേതൃത്വം. സേവാദൾ അധ്യക്ഷൻ BB ശ്രീനിവാസും മുൻ അധ്യക്ഷൻ ലാൽജി ദേശായും ഹൈക്കമാൻഡിന് വിശദീകരണം നൽകി. ആദ്യ 2 ചരണങ്ങൾ മാത്രം പാടിയാൽ മതി എന്ന നിർദ്ദേശം ഗായക സംഘത്തിന് നൽകാൻ വിട്ടുപോയി എന്നും നേതൃത്വം നൽകിയ വിശദീകരണം. വന്ദേമാതരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിന് സോണിയാഗാന്ധിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും BJP. ദിബാംഗ് താഴ്വരയിൽ കനത്ത മഴയിലും മിന്നൽ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും വൻ നാശനഷ്ടം. അരുണാചൽ പ്രദേശിലെ അപ്പർ സുബൻസിരിയിൽ ഉരുൾപൊട്ടലിൽ 3 പേർ മരിച്ചു. ഒരാൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സൂചന. അപകടമുണ്ടായത് നാച്ചോ ഗ്രാമത്തിലെ റോഡ് നിർമ്മാണ സ്ഥലത്ത്. ദിബാംഗ് വാലിയിൽ ഇന്നലെയുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ 5 സൈനികരെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. സംഭവത്തിൽ 4 പേർ ഇതുവരെ മരിച്ചു. BJP-യിൽ തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടന്നു എന്ന വെളിപ്പെടുത്തലുമായി PC ജോർജ്. പൂഞ്ഞാറിൽ 4.5 കോടി രൂപ BJP നേതൃത്വം നൽകിയിരുന്നുവെന്നും BJP നേതൃത്വം അനുവദിച്ച പണം നേതാക്കൾ തട്ടിയെടുത്തുവെന്നും PC ജോർജിന്റെ ആരോപണം. കഴിഞ്ഞ മാസം എരുമേലിയിൽ നടന്ന പ്രസംഗത്തിലാണ് PC ജോർജ് തട്ടിപ്പിനെക്കുറിച്ച് പരാമർശം നടത്തിയത്. ഒരു ബൂത്തിൽ 31,000 രൂപ കൊടുക്കണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നും BJP-യുടെ പണം ഉപയോഗിച്ച് കാർ മേടിച്ചാൽ കാറടിച്ചു പോകുമെന്നും PC ജോർജ്. പൂക്കളും പൂവിളികളുമായി മാവേലി ഓർമ്മകളിലേക്ക് കേരളക്കര. ഓണവരവറിയിച്ച് അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തൃപ്പൂണിത്തറയിൽ തുടക്കമായി. അത്തം നഗറായ തൃപ്പൂണിത്തറ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനിയിൽ രാവിലെ 9-ന് മുഖ്യമന്ത്രി VD സതീശൻ അത്താഘോഷം ഉദ്ഘാടനം ചെയ്തു. ഘോഷയാത്രയിൽ നടൻ ജഗദീഷും മന്ത്രി അനൂപ് ജേക്കബും ചേർന്ന് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.